പേർക്ക് ക്രിക്കറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നാണ് ന്യൂസിലൻഡായിട്ടുള്ള ഏകദിന പരമ്പര. ആദ്യത്തെ ഏകദിന പരമ്പരയാണ്. 3 ഏകദിനത്തിൽ ബറോഡ വെച്ചാണ് നടക്കുന്നത്. പുതിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ബറോഡയിൽ. റോക്കോ തിരിച്ചു വരുന്ന ഒരു കളിയും കൂടിയാണ് ഇത്. ഈ പരമ്പരയ്ക്ക് ന്യൂസിലൻഡ് ക്രിക്കറ്റ് ബോർഡ് ശക്തമായ ഇത് കൊടുക്കുന്നുണ്ടോ ടീമിന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അവരുടെ 15-അംഗ സ്ക്വാഡിനകത്ത് 9 പേരും ഇതുവരെയായിട്ടും കളിച്ചിട്ടില്ല. അതിനകത്ത് 2 പേര് കളിച്ചിട്ടില്ല. T20 വൺ ഡേ ജസ്റ്റ് ഒന്നും കളിച്ചിട്ടില്ല. ബാക്കി 5 പേര് വൺ ഡേ കളിച്ചിട്ടില്ലാത്തവരാണ്. അതിനകത്ത് മിച്ചൽ സാർണർ, മാർക്ക് ഹെൻറി അവർക്ക് പരിക്ക് മുക്തമായിട്ട് വന്നു. ടോം ലാഥം കളിക്കാൻ പറ്റില്ല. പിന്നെ KM വില്യംസൺ അദ്ദേഹം SA20ക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുക. ഫ്രാഞ്ചൈസി ക്രിക്കറ്റിനാണ് അദ്ദേഹം ഇപ്പോൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. വില്യം മുറയ്ക്ക്, നഥാൻ സ്മിത്ത് അവിടെ ഇതുമായിട്ടും എത്തിയിട്ട് പോലും ഇന്ത്യയിലേക്ക്. ഇപ്പം ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ശ്രേയസ് അയ്യർ തന്നെ അദ്ദേഹം ഫിറ്റ്നസ്സൊക്കെ നീട്ടെടുത്തു ഇപ്പോൾ ടീമിലേക്ക് വന്നിട്ടുണ്ട്. വിജയസാഗർ ട്രോഫിനകത്ത് മുംബൈക്ക് വേണ്ടി കളിച്ച അദ്ദേഹം ഫിറ്റ്നസ്സൊക്കെ തെളിച്ചു വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ റോക്കോ തിരിച്ചു വന്ന കളിയും കൂടിയാണ് ഈ വരാൻ പോകുന്നത്. ശുഭ്മാൻ ഗില്ലാണ് ക്യാപ്റ്റൻ. അദ്ദേഹം ക്യാപ്റ്റൻസി എല്ലാത്തിനും തയ്യാറായിട്ട് നാളെ നിൽക്കുന്നുണ്ട്. ടീമിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ബുംറ ഇല്ല, ഹർദിക് പാണ്ഡ്യ ഇല്ല. അവർ T20 വേൾഡ് കപ്പിനൊക്കെ ഉള്ളതുകൊണ്ട് റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. കൂടാതെ തന്നെ സിരാജ് തിരിച്ചു വന്നു. അത് നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചതാണ്. നമ്മൾ ഈ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ നമ്മൾ അറിയിച്ചതാണ്. അവരൊന്നും ഇവിടെ ഇതിനകത്തില്ല. നമുക്കൊരു ഏകദിനത്തിന് ആദ്യത്തെ ഏകദിനത്തിന് പറ്റിയൊരു ഇത് കിട്ടിയിട്ടുണ്ട്. ഫോർമാറ്റ് പ്ലേയിങ്ങിലും കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റനായ ശുഭ്മാൻ ഗിൽ ഓപ്പണിംഗ് ചെയ്യും. രോഹിത് ശർമ്മയോടൊപ്പം പിന്നെ വിരാട് കോഹ്ലി അദ്ദേഹത്തിന് 3-ാം നമ്പറിൽ ഇറങ്ങും. ശ്രേയസ് അയ്യർ 4-ാം നമ്പറിലേക്ക്, രാഹുൽ 5-ാം നമ്പറിലേക്കും, വാഷിംഗ്ടൺ സുന്ദർ 6-ാം നമ്പറിലേക്ക് എത്താനും, രവീന്ദ്ര ജഡേജ 7-ാം നമ്പറിലും, ഹർഷിത് റാണ 8-ാം നമ്പറിലും, കുൽദീപ് യാദവ് 9-ലും, അർഷദീപ് സിംഗ് 10-ലും 11-ാം നമ്പറിലുമായിട്ട് ഇറങ്ങാൻ പോകുന്നത് സിരാജ്. ഈ പ്ലേയിങ് 11ആയിട്ട് ഇറങ്ങാനാണ് ഇപ്പോൾ സാധ്യത കൂടുതലായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ഒരു മികച്ച ബോളിംഗ് ലൈനും ഉണ്ട്. സിരാജ് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവാണ്. കഴിഞ്ഞ ന്യൂസിലൻഡ് സൗത്ത് ആഫ്രിക്ക ആയിട്ടുള്ള ഏകദിനത്തിൽ അദ്ദേഹം ഇല്ലായിരുന്നു. അദ്ദേഹത്തിനെ പുറത്താക്കിയായിരുന്നു ഓസ്ട്രേലിയ ആയിട്ടുള്ള ഏകദിനം കഴിഞ്ഞ പിന്നെ അദ്ദേഹത്തിനൊക്കെ തിരിച്ചു വരുവാണ്. അദ്ദേഹത്തിന് തെളിയിക്കേണ്ടതാണ്. ബുംറ ഇല്ല. അപ്പോൾ അദ്ദേഹമാണ് സീനിയറായിട്ട് ബോളർ അറിയാൻ പോകുന്നത്. അത് കുറേ കാര്യം തെളിയിക്കണമെന്ന് അദ്ദേഹത്തിന്. കൂടാതെ തന്നെ ശ്രേയസ് അയ്യർ ഫിറ്റ്നസ് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഫോം ഉണ്ടോ എന്ന് അങ്ങനെ അറിയിക്കേണ്ടതാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ റോക്കോ 2026 കഴിഞ്ഞ കൊല്ലത്തെ ഫോം തിരിച്ചു കൊണ്ടുവരുമോ എന്നും അറിയിക്കേണ്ടതൊക്കെ തന്നെയാണ്. ടീമിൽ ആരൊക്കെ കളിക്കും ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പം ഈ ടീം മാറാൻ സാധ്യതയുണ്ട്. കാരണം പരിക്ക് പറ്റുമോ, അത് നമ്മൾ ഗൗതം ഗംഭീറിന് ഇഷ്ടമാണ് ടീം സെറ്റ് ചെയ്യണതൊക്കെ. അപ്പോൾ അത് നമുക്ക് നാളെ ടോസ് ഇടുമ്പോൾ കൃത്യം 1 മണിക്ക് അറിയാൻ സാധിക്കും ടീം എങ്ങനെയാണോ ഒക്കെ. അപ്പോൾ നാളെ കോഹ്ലി ചോദിച്ചാൽ സെഞ്ചുറി അടിക്കുന്ന അറിയത്തില്ല. അതൊക്കെ നമുക്ക് വീഡിയോയിൽ സംസാരിക്കാം. എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.